ഹലോ ഗായ്സ്. സോ ഇന്ന് എൻ്റെ ഫൈനൽ ഡേ ഓഫ് ദ ട്രിപ്പാണ്. ഞാൻ 7 days കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഇന്നാണ് എൻ്റെ സെക്കൻഡ് ഡേ ഇൻ നേപ്പിൾസ്. അതായത് ബേസിക്കലി മിനിഞ്ഞാന്ന് ഞാൻ നേപ്പിൾസ് എക്സ്പ്ലോർ ചെയ്തു, ഇന്നലെ പോംപെയിൽ പോയി. അപ്പം ഇന്ന് വീണ്ടും ഞാൻ നേപ്പിൾസിൽ കുറച്ച് കറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലേറ്റ് നൈറ്റുള്ള ബസ് എടുത്തില്ല. ഞാൻ 4 മണിക്കുള്ള ബസ് ബുക്ക് ചെയ്തു. ഞാൻ ഇനീഷ്യലി 10 മണിക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദ റിസ്ക്. അപ്പോൾ ഓൾറെഡി കാരണം നല്ല എക്സോസ്റ്റഡ് ആയല്ലോ, 1 വീക്ക് ഒരേ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ അല്ല. അതിൻ്റെ ടോപ്പ് ഓഫ് ദാറ്റ് ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഔട്ട് പോലെയൊക്കെ വന്നുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കണില്ല. അപ്പോൾ ഇനി ഞാൻ നേപ്പിൾസിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കാണണമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു സെയിം സാധനമാണെന്ന്. കത്തീഡ്രൽ ഉണ്ട്, ദുഓമോ ഓഫ് നേപ്പിൾസ് ഒന്ന്, പിന്നെ അണ്ടർഗ്രൗണ്ട് നേപ്പിൾസ് ഉണ്ട്, അതാണ് 2. പിന്നെ എന്താ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല, ചെക്ക് ചെയ്യണം. ആൻഡ് ദെൻ വാട്ട് ഐ വാണ്ടഡ് ടു സേ ഇസ് ദാറ്റ് ഈ ഫുട്ബോൾ ലവേഴ്സൊക്കെ ആണ് നിങ്ങളെങ്കിൽ ഈ മൂവി വാച്ച് ചെയ്യുന്നത് അല്ല, എൻ്റെ വ്ളോഗ് വാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഫുട്ബോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണ ഒരു കാര്യം ഉണ്ടാവും. ക്യാൻ യു ഗസ് ഇറ്റ്? ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ യാ, ഞാൻ പറഞ്ഞല്ലോ ബസ് 4 മണിക്കാണ്. അപ്പം ഞാനൊരു 3 മണി, ഇപ്പം ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. ലഗേജ് അവിടെ വെച്ചിട്ട് ഞാൻ കറങ്ങാൻ വലിയ ബാഗല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് ദെൻ ഒരു 2:30 ഒക്കെ കഴിയുമ്പം തിരിച്ചെത്താനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ദെൻ ലെറ്റ്സ് സീ എന്തൊക്കെ ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുന്നേ എനിക്കൊരു കഫേ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കഫേ എന്തെങ്കിലും, കാരണം ഇന്ന് ഫുൾ ഡേ എനർജി വേണ്ടേ. എൻ്റെ എനർജീസ് ലൈക്ക് കുറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഐ സർവൈവ്ഡ്. വൺ ഗുഡ് തിങ് ഈസ് ദാറ്റ് ഞാൻ ഈ അടുത്ത സ്റ്റേ ഉണ്ടല്ലോ ആക്ച്വലി നല്ലൊരു പ്ലേസിലാണ്. ഞാനിപ്പം നോക്കിയ ഈ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ വളരെ അടുത്തടുത്താണ്, ഒന്നും അങ്ങനെ ദൂരമേ ഇല്ല. എല്ലാം ഒരു വിത്തിൻ 500 meters അല്ലെങ്കിൽ 700 മാക്സിമം, അതിൻ്റെ ഇടയില. ഇനിയിപ്പോൾ ഞാൻ വഴിതെറ്റി പോയിട്ട് ഇത് കുറേ ഇതായാലോന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ്. സോ അത് തന്നെ ഞാൻ എന്തെങ്കിലും ബാറിന് പോയിട്ട് കുറച്ച് കാപ്പി കുടിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞ വേറൊരു സ്ഥലം സാൻ സെവേറോ ചാപ്പൽ മ്യൂസിയം ആണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറുന്നില്ല. ആ ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിൽഡ് ക്രൈസ്റ്റ്, അതായത് ഇപ്പം നമുക്കറിയാലോ ഇതുപോലത്തെ ഒരു സംഭവം ഇവിടെയുണ്ട്. സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദിൽ ഒരു വെയിൽഡ് ആയിട്ടുള്ള, അത് നമ്മളിപ്പം സ്റ്റാച്യു ഒക്കെ കാണുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മാർബിൾസും സ്റ്റോൺസ് ഒക്കെ ആയിരിക്കുമല്ലോ, ബട്ട് സ്റ്റിൽ ആ ഒരു വെയിൽ എഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായിരുന്നു ഈ സലാർജങ്ങിലുള്ളത്. ഇനി ഇവിടെ ഉള്ളത് ഇതുപോലെ വെയിൽഡ് ആയിട്ടുള്ള ക്രൈസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉള്ളിൽ ഞാൻ കയറുണ്ടാവില്ല. ഞാൻ മെയിനായിട്ട് എനിക്ക് നേപ്പിൾസ് അണ്ടർഗ്രൗണ്ടിലാണ് പോകേണ്ടത്. ദീസ് ആർ മൈ കൈൻഡ് ഓഫ് സ്റ്റഫ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയാണ് എനിക്ക് പോകുന്നത്. അപ്പം സമയം ഞാൻ കൂടുതൽ അതിന് 1 മണിക്കൂറിന് മേലെ എടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് അധികം ലേറ്റ് ആക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ അവിടെ മാത്രമേ പോകുന്നുള്ളൂ. സോ ഈ ചാപ്പൽ എവിടെയാണെന്നുള്ളതും എന്താണ് അതിൻ്റെ ചുറ്റുമുള്ളതും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ പോയി നോക്കിയേക്കാം എന്നൊന്ന് വിചാരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ആലോചിക്കുന്നതാണ്, ഇതെന്താ ഇവിടെ ഫുൾ ഇങ്ങനെ ഫുട്ബോൾ പ്ലെയേഴ്സ്, മറഡോണ, ഒത്തിരി മറഡോണ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മറഡോണ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള, ദീസ് പീപ്പിൾ ലിറ്ററലി വേർഷിപ്പ് ഹിം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് സൗത്ത് ഞാൻ മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കൈൻഡ് ഓഫ് ഒരു പാവം ഇതായിരുന്നു, ലൈക്ക് ഫിനാൻഷ്യലി ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ നോർത്ത് ഇസ് കമ്പാരിറ്റീവ്ലി റിച്ച്. ഞാൻ പറഞ്ഞല്ലോ ഈ മിലാൻ, തൂരിനൊക്കെ പോലുള്ളത് റിച്ച് ആയിട്ടുള്ള പ്ലേസസ് ആണ്. 1984 മറഡോണയാണ് ഒരു സ്ട്രഗ്ലിംഗ് ക്ലബ്ബ്, SSC ക്ലബിനെ ഒരു പവർ ഹൗസ് ഓഫ് യൂറോപ്പ് ആയിട്ട് മാറ്റിയത് ഈ മറഡോണയാണ്. അപ്പോൾ ഈ മറഡോണയാണ് ഈ നേപ്പിൾസിന് അതിൻ്റെ ഡിഗ്നിറ്റി, ആ ഒരു പവറൊക്കെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ലിറ്ററലി വേർഷിപ്സ് ഹിം. പിക്ചേഴ്സ് എല്ലാവരുടെയും ഉണ്ട്, വാൾസിലാണെങ്കിൽ
ബാർസിലാണെങ്കിലും ഇവിടെയൊക്കെ എൻ്റെ കണ്ണിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇയാളുടെ പിക്ചേഴ്സ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു 7 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. പിന്നെ I'm not into these kind of things. ഈ ഫുട്ബോളിലൊന്നും എനിക്ക് അത്ര ഒരു ഇതില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും സ്റ്റേഡിയം ഒന്നും കാണാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഈവൻ ദാറ്റ് സ്റ്റേഡിയം ഈസ് നെയിംഡ് ആഫ്റ്റർ മറഡോണ. മുന്നേ ആ സ്റ്റേഡിയത്തിൻ്റെ പേര് സാൻ പൗലോ എന്നായിരുന്നു. പിന്നീട് അത് മാറ്റി, മറഡോണയുടെ പേരിലേക്ക് മാറ്റി. ആൻഡ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള തന്നെ 4th largest സ്റ്റേഡിയം ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് SSC ക്ലബിൻ്റെ, ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു ഹോം സ്റ്റേഡിയം കൂടെ ആണിത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മറഡോണ റിലേറ്റഡ് ആയിട്ടുള്ള. ആക്ച്വലി ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ, ഒരു സ്ട്രീറ്റ് ഫുൾ. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാര്യങ്ങളൊക്കെ. ഇതാണ് ആ വെയിൽ ക്രൈസ്റ്റ് ആയിട്ടുള്ള മ്യൂസിയം. അവിടേക്ക് ഞാൻ എത്തി. പക്ഷെ നോക്ക്, ക്യൂ ഉണ്ട്, അങ്ങോളം ക്യൂ ഉണ്ട് കേട്ടോ. അപ്പം എന്താണെങ്കിലും മൈ ഡിസിഷൻ വാസ് ഓക്കെ, ഇവിടെ കയറണം എന്നില്ല. ബട്ട് ജസ്റ്റ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ചാപ്പൽ എന്ന് പറയുന്നത് കപ്പല്ല എന്നാണ് ഇറ്റാലിയനിൽ. അപ്പോൾ കപ്പല്ല സെൻസിവേറോയിലാണ് ഈ വെയിൽഡ് ക്രൈസ്റ്റ് ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ മാർബിളിൽ നിന്നും ഒരു ഗുസപ്പെ, ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ നെയിം. അപ്പോൾ ആ പുള്ളിക്കാരൻ, ആ ഒരു ആർട്ടിസ്റ്റ് കാർവ് ചെയ്ത് എടുത്ത ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് അത് ഇത്രയും ഫേമസ്. സിംഗിൾ മാർബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ അത് ഇങ്ങനത്തേനോടൊന്നും എനിക്ക് അതിന് വലിയൊരു ഇതുള്ള ആളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഫോർ മീ ഇറ്റ്സ് മോർ ലൈക്ക് അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ദോസ് പ്ലേസസ്. അപ്പം അതൊക്കെയാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു ഇവിടെ ഉള്ളൊരു സ്ഥലത്ത് വന്നു കോഫി കുടിക്കാനായിട്ട്. ജിൻസങ്ങാണ് ഞാൻ കുടിക്കുന്നത്. നല്ല വൈബ് കേട്ടോ. അവരൊക്കെ പാടുന്നു, ഇരിക്കണു. ഇതൊക്കെ കസ്റ്റമേഴ്സ് ആണ്, കണ്ടില്ലേ? ഇറ്റ്സ് ലൈക്ക് ഐ ലവ് ദിസ് വൈബ് യാർ. എൻ്റെ ജിൻസങ് വന്നു. ഞാൻ പറഞ്ഞില്ലേ മറഡോണയെ കുറിച്ചിട്ട്. സോ ദിസ് ഇസ് ഇറ്റ്. എല്ലാവരുടെയും നമുക്ക് കാണാൻ പറ്റും പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചേഴ്സ്. ലൈക്ക് ഒരു ഇതുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ജിൻസങ്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊക്കെയോ. ദ തിങ് ഈസ്, എനിക്കിതൊരു ടീ വേർഷൻ ഓഫ് കോഫി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് എനിക്കിതിൻ്റെ ടേസ്റ്റ് തോന്നാറ്. യൂഷ്വൽ കാപ്പുച്ചീനോനെക്കാളും ഞാൻ ഇതാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ഐ വോണ്ടഡ് ടുഡേ ടു ബി മോർ റിലാക്സിങ്. ഓക്കെ, മെയിനായിട്ട് ഞാനിന്ന് ഫുഡ് അടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഐ വിൽ ഓൾസോ ബി വിസിറ്റിംഗ് അണ്ടർഗ്രൗണ്ട്, നേപ്പിൾസ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക്, അതിന് മുന്നേ എനിക്ക് തോന്നുന്നു കത്തീഡ്രലിൽ പോയിട്ട് നമുക്ക് നേപ്പിൾസ് അണ്ടർഗ്രൗണ്ടിൽ പോവാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഞം കഴിക്കാൻ പോവാം. മറ്റേ മെയിൻ കത്തീഡ്രൽ തപ്പി പോണ സമയത്ത് ഇവിടെ വേറൊരു ചേർച്ച് കണ്ടേ. അപ്പോൾ ഈ ചേർച്ചിനെ കുറിച്ച് വായിച്ചപ്പോഴാണ് ഈ പ്ലേസ് കൾട്ട് ഓഫ് പെസൻറ്റല്ലി സോൾസ് ഒക്കെ ഗാർഡ് ചെയ്തിട്ടുള്ളത് അത്ര. ഒരു 1600 ഒക്കെ സമയത്ത് നെപ്പോളിറ്റൻ ഡിവോഷൻ അനുസരിച്ചിട്ട് അണ്ടർഗ്രൗണ്ടിലൊക്കെ ഉള്ള സ്കൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട് അഡോണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഈ കൈൻഡ് ഓഫ് അന്ധവിശ്വാസവും ഇങ്ങനത്തെ പരിപാടികളും മറ്റേതൊക്കെ ഇന്ത്യക്കാരെയൊക്കെ കുറ്റം പറയണത് വെറുതെയാണ്. എല്ലാവിടെയും ഉണ്ട് ഈ ബ്ലാക്ക് മാജിക് ഈ പരിപാടികളും ഒക്കെ. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ അബാൻഡൻ ആയിട്ടുള്ള സോളായിരിക്കും, അല്ലെങ്കിൽ പാവപ്പെട്ട സോളൊക്കെ ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇവരിതിനെ ഒരു ദൈവത്തിനും ഇവർക്കും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ മറ്റേ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഈ സോളിന് മുക്തി കൊടുക്കണമേ, അല്ലെങ്കിൽ മോക്ഷം കൊടുക്കണേ. അപ്പോൾ ഈ സോൾ ഇവർക്ക് എന്ത് കൊടുക്കും, ഈ അനുഗ്രഹം കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ഹെൽത്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് വേറൊരു ചർച്ചുണ്ട്, സാന്താ മരിയ ദെൽ പുർഗാത്തോരോ അറ്റ് ആർക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്പെസിഫിക് കൾട്ടിനായിട്ട് തന്നെ ഉള്ള ഒരു ചേർച്ചാണത്. ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ ഈ കൾട്ട് ബാൻഡ് ആണെങ്കിലും സീക്രട്ടായിട്ട് ഇതിപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചർച്ച് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇതിപ്പോഴും നടക്കുന്നുണ്ടെന്ന് പബ്ലിക്കായിട്ട്. ഞാൻ വിചാരിച്ചു സീക്രട്ടായിട്ട് നടക്കുന്ന സാധനമാണ്.
ദൈവമേ, എത്ര ഓപ്പൺ ആയിട്ടാണ് ഇവർ ഈ കൾട്ടിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് നോക്കിക്ക്. എന്തപ്പോ ഈ ചേർച്ചിൻ്റെ ഇങ്ങോട്ട് മ്യൂസിയം ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകേണ്ടവർക്ക് അങ്ങോട്ടും പോവാം. പക്ഷെ ഞാൻ മ്യൂസിയത്തിലൊന്നും കയറുന്നില്ല ഇപ്പോൾ. ചർച്ചും ആ പരിപാടികളൊക്കെ ഇതാണ്. ബട്ട് ഐ നെവർ ഇമാജിൻഡ് യുനോ ഇവിടെ ഇങ്ങനത്തെയൊക്കെ നടക്കാതെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നൊക്കെ. മേ ബി പണ്ടൊക്കെ നടന്നിട്ടുണ്ടാകുമായിരിക്കും എന്ന് വിശ്വസിച്ചാലും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഷോക്കിംഗ്. ഇത് കണ്ടോ, ലോവർ ചർച്ച്, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങോട്ടാണ് ഈ ലോവർ ചർച്ച്. ഞാൻ വേഗം സ്ഥലം വിടട്ടെ. എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് ലോവർ ചർച്ചിൽ പോയാലോ. എനിക്കറിയില്ല, പക്ഷെ പോണോ? നെഗറ്റീവ് അടിക്കുമോ? ഞാൻ അവിടുത്തെ ചോദിച്ചു കേട്ടോ, ഞാൻ ഇങ്ങനെ ലോവർ ചർച്ചിൽ ടിക്കറ്റ് താന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം അത് ഫുള്ളാണിത്. ഇപ്പം അവിടെ കുറേ ആൾക്കാരുണ്ട് ഇത്ര. ഇനി അവരുടെ കഴിയാൻ അടുത്തൊരു 3/4 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പോണോ വേണ്ടയോ? നെഗറ്റീവ് അടിക്കുമോ? നോക്കാം എന്തായാലും. ഇപ്പം നമുക്ക് ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടേക്ക് പോകാനാണ്? നമ്മൾ ദുവോമോല് പോകാനാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ ദുർമന്ത്രം അതൊക്കെ കണ്ടു. ഐ മീൻ ഐ വാസ് ജസ്റ്റ് അത്ര എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഹൗ ടു കോൾ ദാറ്റ് തിങ്. കൾട്ടാണെന്ന് മാത്രം അറിയാം, അതിന് കൂടുതൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സോ എനിവേ ഐ ആം അഗെയിൻസ്റ്റ് ഓൾ ദീസ് കൈൻഡ് ഓഫ് പ്രാക്ടീസസ്. പക്ഷേ ഒരു കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അവിടെ എന്തായിരിക്കും എന്നുള്ളത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എനിവേസ് നമുക്ക് എന്തായാലും ആ ദോമോലും പോയി അണ്ടർഗ്രൗണ്ടിലും പോയിട്ട് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അടുത്തെത്തുവാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ആൻഡ് വിസിറ്റ്. ഇല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് എനിക്കിപ്പോൾ 2 മൈൻഡാണ്. അത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കണ്ടാൽ നെഗറ്റീവ് അടിക്കുമെന്നുണ്ട്. സോ നെഗറ്റീവ് അടിക്കുമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അൺനെസസറി ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല. ഐ മീൻ അതിപ്പോൾ മനുഷ്യന്മാരും എന്തും ആവാം. ബട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഐ കൺസിഡർ ഇറ്റ് ആസ് എ നെഗറ്റീവ് എനർജി. അപ്പോൾ അവിടെ പോയപാട് തന്നെ നെഗറ്റീവ് എനർജി കയറി പിടിക്കും, അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ, ഐ മീൻ ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ പ്രോപ്പർ വേർഡ്സ്. പക്ഷേ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് someone can relate me പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് പോകാൻ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയാൽ എനിക്ക് നെഗറ്റീവ് അടിക്കുക എന്നുള്ളതാണ്, വിച്ച് ഐ റിയലി ഡോണ്ട് വോണ്ട്. ബട്ട് ഐ എം ഓൾസോ ക്യൂരിയസ് ദാറ്റ് ഐ wanted to see that thing. I don't know how did I miss this huge cathedral. അപ്പോൾ ഇതാണ് ഞാൻ വിചാരിച്ചു ഓൾറെഡി ഞാൻ വന്ന ഡേയിൽ പോയ കത്തഡ്രലാണ് മെയിൻ ദുവോമോന്ന്. ബട്ട് ഇതാണ് നേപ്പിൾസിലുള്ള മെയിൻ ചർച്ച്, ദുവോമോ കത്തഡ്രൽ. ഭയങ്കര ക്രൗഡഡ് ആണ് ഇന്ന്. എന്താ റീസൺ എന്നറിയില്ല. ഇന്ന് തേഴ്സ്ഡേ ആണ്, യൂഷ്വലി ഫ്രൈഡേ ഒക്കെ അല്ലേ ഇമ്പോർട്ടൻറ്റ്. ഇനി നല്ല ക്രൗഡുണ്ട്, എല്ലാവിടെയും ഉണ്ട്, എസ്പെഷ്യലി ചേർച്ചസിൽ. ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ഓർ സംതിങ്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ഹോയ് കാണിച്ചു. എനിവേസ് അകത്ത് നല്ല ക്രൗഡാണ്. ഇതാണ് മെയിൻ സംഭവം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ദോമോനെയും പോലെ തന്നെ ഇതൊരു വലിയൊരു ചേർച്ചാണ്, വലിയൊരു ദോമമാണ്. ഇവിടെ എന്തോ താഴേക്കൊരു സ്റ്റേഴ്സ് കാണുന്നുണ്ട്, എന്താ അറിയില്ല, പോയി നോക്കാം. ചാപ്പലാണോ? എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്ന്. മേ ബി വല്ല റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, സോ ഐ cannot tell about that. ഇവിടെയും എന്തോ വെച്ചിട്ടുണ്ട്. നേപ്പിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾറെഡി എന്തോ ആണ്. അപ്പം അതെനിക്കിനി ഇത് പ്രേ ചെയ്യുന്ന സ്ഥലമാണോ ടോംബാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സോ ഇഫ് ഐ ആം സെയിങ് എനിത്തിങ് റോങ് ആൻഡ് ഇഫ് someone knows this, പ്ലീസ് കറക്റ്റ് മീ. ടു ബി ഓണസ്റ്റ് എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. ഇതർ ടോംബ് പോലെ എന്തെങ്കിലും ആയിരിക്കാം. കാരണം ഞാനൊരു പ്രാവശ്യം വത്തിക്കാനിൽ പോയപ്പോൾ ഇതുപോലെ അടിയിലായിരുന്നു ഇത്, കുറേ ഒരു സെമിത്തേരി മാതിരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് അപ്പം അതാണ് ഈ സംഭവങ്ങളാണ് അവിടെ ഉള്ളത്.
സോ മേ ബി ക്രിസ്ത്യൻസിന് കുറച്ചും കൂടെ അറിയാൻ പറ്റുമായിരിക്കും, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുമായിരിക്കും. ആൻഡ് ഇങ്ങോട്ടെന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള വേർഷിപ്പിനായിട്ടുള്ള റിലീജിയസ് പ്ലേസ് ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് വൈ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലം മാത്രം വേർഷിപ്പിനാണ് എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഫോർ മീ ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇവർ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും ഇങ്ങനത്തെയൊക്കെ പ്ലേസസ്, അതിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും. ഞാൻ ആ ചർച്ചിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ എനിക്കുണ്ടല്ലോ ബേസിക്കലി ഇവിടെ അങ്ങനെ ആണെന്നല്ല, പക്ഷെ യൂഷ്വലി അതിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും ജസ്റ്റ് എന്താ പറയുക, അതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പം എന്താണ് എൻ്റെ റിലീജിയൻ ആണെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏത് റിലീജിയൻ ആണെങ്കിലും, ബിക്കോസ് റിലീജിയൻ ഈസ് സംതിങ് ഗുഡ്. ഓക്കെ, ഗുഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ആൾക്കാരെ പഠിപ്പിക്കുന്നത്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ കുറച്ച് പ്യുവറായിട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ ആൾക്കാരിങ്ങനെ ബിസിനസ്സായിട്ട് മാറ്റുമ്പം ഐ എം നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്. പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും. എൻ്റെ ഇന്നത്തെ വ്ളോഗിക്കൊക്കെ കടക്കാതെ എനിക്ക് തോന്നുന്നുണ്ട്. ഉറക്കം വന്നിട്ട് നാവൊക്കെ കുഴകുഴന്നിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കെന്നെ അറിയില്ല. ഐ മീൻ മൊത്തത്തിൽ ടയേർഡായിട്ടേ എനിക്ക് വേർഡ്സ് ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള ദിവസത്തേക്ക് അടിപൊളി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് കമ്പാരിറ്റീവ്ലി തമിഴ് ഭേദം തൊമെന്ന് പറയുന്ന പോലെ ഭേദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ അവിടുന്ന് പിസ്സയിൽ കഴിച്ച സാധനമാണ് ഇത്. സെയിം പെപ്പയൊക്കെ ഇട്ടിട്ടുള്ളതാണ്, സെയിം പോലെ തന്നെയുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ തരല്ലീനി. ഇതാണ് ഞാൻ യൂഷ്വലി എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞൊരു സ്നാക്ക്. അപ്പോൾ ഈ സാധനം എനിക്കിഷ്ടമാണ്, ഇഷ്ടമായി, ഇന്നലെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ തരല്ലി ഈ സാധനം ഇതിൻ്റെ എഗെയിൻ ഇവിടെ കണ്ടോ, എഗെയിൻ ഒരു മരഡോണ, വേറൊരു മരഡോണ. സോ ഇറ്റ്സ് ലൈക്ക് എവറിവെയർ. ഇറ്റ്സ് ലോക്കൽസ് ആർ സോ നൈസ്. ഓക്കെ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു വൈബ്. ദ സിറ്റി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനിതൊരെണ്ണം വാങ്ങിച്ച് ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളാണ് പോയത് കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ. മരഡോണ സി ഗൈസ് കണ്ടോ, എല്ലാം മരഡോണമയമാണ്. എന്നാണ് ഞാൻ ഇന്നലെ ലിമൺ ചെല്ലോ കുടിച്ചത്. സോ ആ ഓറഞ്ച് കളറുള്ള സാധനം സ്പ്രിറ്റ്സ് എന്ന് പറയും കേട്ടോ, അതായത് അപ്പിഡോൾ സ്പ്രിറ്റ്സ്. അപ്പം ഞാൻ ഇന്നലെ കഴിച്ചത് ലിമൺ ചെല്ലോ ആണ്, അതാണ് യെല്ലോ കളറ്. ആക്ച്വലി നേപ്പിൾസിൽ ഷോപ്പിങ്ങിനായിട്ട് വരണം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയിലൊരു പ്ലേസ് ഉണ്ടല്ലോ, സരോജിനി മാർക്കറ്റ് ആയിരുന്നില്ലേ, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യണമെന്ന്. അതുപോലെ ഇവിടെയൊക്കെ വന്ന് ഷോപ്പ് ചെയ്യണം. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ട്, പക്ഷെ എൻ്റെ ബാഗിൽ ഒറ്റപ്പൊടി സ്ഥലമില്ല. സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഗോണ ബൈ സംതിങ് ലൈക്ക് എന്താ പറയുക, സോവനിയേഴ്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. അതൊന്നും എൻ്റെ ഒരു ഹാബിറ്റ് അല്ല. ലൈക്ക് ഇപ്പം നമ്മൾ പോണ സ്ഥലത്തു നിന്നൊക്കെ സോവനിയർ കളക്ട് ചെയ്യുക അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് ബീയിങ് ദാറ്റ് മൊമെൻറ്റ്സ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ പോലെയുള്ള രീതിക്ക് ഞാൻ പ്രോപ്പർ വ്ളോഗറൊന്നും അല്ല. അപ്പം ഞാൻ നടന്ന് സ്ട്രീറ്റ്സ് അപ്പോഴൊക്കെ അല്ലേ നമുക്കിങ്ങനെ മെമ്മറീസൊക്കെ വരിക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ടൈപ്പ് ഓഫ് മേക്കിംഗ് മെമ്മറീസ്, ലിവിങ് ഇൻ ദ മെമ്മറീസ് അല്ലെങ്കിൽ ലിവിങ് ഇൻ ദ മൊമെൻറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ല് വരും കേട്ടോ. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു സംഭവമാണ്. വേറെ ഞാനിപ്പോൾ പോയ പ്ലേസസിലൊന്നും എനിക്ക് ഈ ഒരു നല്ലൊരു അരോമ ഉണ്ടായിട്ടില്ല കേട്ടോ. ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിലും പിന്നെ എന്താ പറയുക മിലാനിലൊന്നും അങ്ങനെ ഇത്ര ഒരു ഇതുണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് നല്ലൊരു അരോമയും. ഞാൻ പറഞ്ഞില്ല, ഇത് വൈബിങ് ഗൈസ്. പ്ലേസിൽ ലിമൺ ചെല്ലോ ഫ്രീ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും ഇന്ന് ലിമൺ ചെല്ലോനൊന്നും പോകുന്നില്ല. ഞാനിതാ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഓഫ് നേപ്പിൾസ് ഇല്ലേ, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അന്നേരം അതിനുള്ള ക്യൂ ആണ്, അത്യാവശ്യം വലുതാണ്. എന്നുവെച്ചാൽ വത്തിക്കാനിലുള്ള അത്ര ക്യൂ ഒന്നും ഇല്ല. ഓ മൈ ഗോഡ്, ഓർമ്മിപ്പിക്കല്ലേ. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ തിരക്ക്. ഞാൻ വിചാരിച്ചത് ഇന്ന് തേഴ്സ്ഡേ ഒക്കെ അല്ലേ, വർക്കിംഗ് ഡേ അല്ലേ, ഈസ്റ്റർ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പം അത്ര തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി വലിയ പ്ലാനിങ് ഇല്ലെങ്കിലും എൻ്റെ ടൈമിങ് കറക്റ്റായിരുന്നു. കാരണം ഇംഗ്ലീഷ് ടൂർസ് എന്ന് പറയുന്നത് 2 ടൈമേ ഉള്ളൂ. ഒന്ന് അറ്റ്
12 o'clock പിന്നെ വന്നിട്ട് 2 o'clock. അപ്പോൾ ഇപ്പം ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 11:40 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും. ഐ മീൻ ടൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മിസ് ചെയ്ത പിന്നെ 2 മണിക്ക് ആ സമയത്ത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഗോ ഇൻസൈഡ്. കാരണം എനിക്ക് പിന്നെ ബസ്സിൻ്റെ ടൈമൊക്കെ ആയിട്ട് ക്ലാഷ് ആവുമല്ലോ. ടിക്കറ്റ് എടുത്തിട്ടില്ല, പക്ഷേ ഇത് അവരിങ്ങനത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പം ഈ സാധനത്തിൽ അവർ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി വായിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം. ഇനി ടിക്കറ്റും എടുക്കണം. സ്റ്റുഡൻസ് ആണെങ്കിൽ 10 euros എന്ന് തോന്നുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ നോർമൽ 15 euros ആണ് ടിക്കറ്റ്. പിന്നെ അവരിവിടെ ടിക്കറ്റിന് ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്നുള്ളതുകൊണ്ട്, കാരണം ഇതിപ്പോൾ സീസണൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ ഇത്ര റഷ്. പക്ഷേ വലിയ റഷൊന്നുമില്ല. എൻ്റെ മുന്നിലുള്ള പകുതി ആൾക്കാരും കുറേ ആൾക്കാർ ഇതായിരുന്നു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഞാനിതായിപ്പോൾ ഒരു 5ാമതൊക്കെ ആയിട്ടുണ്ട്. അതും ഗ്രൂപ്പ്സാണ് മുന്നിലുള്ളത്. 1-2 ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് ഓക്കെ. വലിയ ക്യൂ ആണ്. വേഗം പോവുമായിരിക്കും അല്ലേ. കാരണം എനിക്ക് ബസ് എടുക്കാനുണ്ട്. ഹോസ്റ്റലിൽ പോയിട്ട് ബാഗും എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. സോ ഐ ഹോപ്പ് അധികം ലേറ്റ് ആവില്ലായിരിക്കും. 1 മണിക്കൂറിൽ തീരുമായിരിക്കും. അങ്ങനെ ആട്ടോ കണ്ടേ. അപ്പം നമ്മൾ പോവുകയാണ് ഇങ്ങോട്ട് നിന്നാണ്. അതായത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ടിപ്പം ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി ഇത് കുറേ നല്ല പ്രോപ്പർ അണ്ടർഗ്രൗണ്ട് കേട്ടോ. കുറേ ആയി ഇങ്ങനെ പോയി നിൽക്കുന്നു. സ്റ്റിൽ ഇത് നോക്ക്, ഇനിയും കുറേ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി എന്നുള്ളത്. ഇതാ സ്റ്റെപ്സ് കഴിഞ്ഞു. ഇപ്പം നമ്മളത് അണ്ടർഗ്രൗണ്ട് കയറി. നല്ല അത്യാവശ്യം ലോ ടെമ്പറേച്ചറാണ് പുറത്തുനിന്ന് വെച്ചിട്ട്. അത് അണ്ടർഗ്രൗണ്ടിൽ അറിയാലോ, അങ്ങനെയായിരിക്കും. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അങ്ങോട്ടായിരിക്കണം പോകേണ്ടത്. എന്തിനാ അവിടെ ഇരുത്തിച്ചേന്നറിയില്ല. എല്ലാവരും ഇരുന്നപ്പോൾ ആദ്യം വന്ന ആൾക്കാർ ഇരുന്നപ്പം ബാക്കി എല്ലാവരും നിർത്തിയിരുന്നു. ഈ പുള്ളിക്കാരിയാണ് നമ്മളുടെ ഗൈഡ്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെയൊക്കെ നിരത്തി ഇരുത്തിച്ചത്. അപ്പം കുറച്ചൊരു ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ പോകാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നേപ്പിൾസിൻ്റെ അടിയിൽ, അതായത് നേപ്പിൾസ് എന്നുള്ള സിറ്റിക്ക് അടിയിൽ 2400 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെ വേണമെങ്കിൽ പറയാം. നപ്പോളി സൊട്ടറാന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 450 കിലോമീറ്ററോളം വലുതാണ് ഈ ഒരു പ്ലേസ്. പക്ഷേങ്കിൽ നമുക്ക് ഈ 450 കിലോമീറ്റർ ഒന്നും ഇപ്പോഴും എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലതും അറിയില്ല. ഇപ്പോൾ ഈ കുറച്ച് സംഭവങ്ങൾ മാത്രമേ അവർ കണ്ടെടുത്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ സിറ്റിയിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ജസ്റ്റ് നമ്മൾ നടക്കുന്നതിൻ്റെ 40 മീറ്റർ താഴെ കാലിൻ്റെ അടിയിൽ വേറെ തന്നെ ഒരു സിറ്റി തന്നെ ഉണ്ട് എന്നുള്ളത്. You can still see these excavation marks everywhere. Imagine the whole network, it's been dug out manually by slaves from once a solid rock. ആൻഷ്യൻ ഗ്രീക്കുകാർ ഒരു സിറ്റി പണിയാൻ വേണ്ടിയിട്ട് കല്ലുകൾ വേണമല്ലോ, അത് വെട്ടിയെടുത്തത് ഇവിടെ നിന്നാണ്. പിന്നീട് റോമക്കാർ ഇതിനെ ഒരു ഭീമൻ അക്വിഡിക്റ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റുമായിരുന്നു. പക്ഷേ ഈ പ്ലേസിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് World War II സമയത്താണ്. നമ്മൾ ഈ ഹിസ്റ്ററി ബുക്കിലൊക്കെ World War IIനെ പറ്റി കേട്ടപ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു. അതേസമയം ആ സമയത്ത് ജീവിച്ച ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. അതെ, ഈ ബോംബുകളൊക്കെ ഇങ്ങനെ വീഴുന്ന സമയത്ത് ഈ 2 ലക്ഷത്തോളം ആളുകൾ, അല്ലെങ്കിൽ അതിലധികം ആളുകൾ ആണ് ഈ ഒരു ടണലിൽ അഭയം തേടിയിട്ടുണ്ടായിരുന്നത്. ഒരു യുദ്ധമൊക്കെ നടക്കുമ്പോൾ അത് എത്രത്തോളം കഷ്ടമാണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ആണെങ്കിലും കുറേ യുദ്ധ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഇവിടെ കുറേ സ്ത്രീകളും കുട്ടികളൊക്കെ ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള കളിപ്പാട്ടങ്ങൾ, സൈക്കിളുകളൊക്കെ ഇന്നും ഇവിടെ കാണാം. ഇതൊക്കെയാണ് അതിലുള്ള കുറച്ച് സംഭവങ്ങൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിനെ നമുക്ക് 3 കാലഘട്ടങ്ങളിലാക്കിയിട്ട്, അല്ലെങ്കിൽ 3 പാർട്സ് ആക്കിയിട്ട് തിരിക്കാം. ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രീക്ക് കാലഘട്ടം,
രണ്ടാമത്തത് റോമൻ എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മൂന്നാമത്തത് വേൾഡ് വാർ ടൂവിൻ്റെ സമയത്ത് ഇവിടെ വീണ ഒരു മിസൈലാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഇതുവരെ എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ല. ആ സമയം തൊട്ട് ഇവിടെ ഉള്ളതാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് അണ്ടർഗ്രൗണ്ട് പ്ലാന്റ് എക്സ്പെരിമെൻറ്റ്. അതായത് നമുക്കറിയാം ഈ പ്ലാന്റ്സ് വളരണം എന്നുണ്ടെങ്കിൽ സൺലൈറ്റ് വേണം, കാറ്റ് വേണം, അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഭൂമിയുടെ 40 മീറ്റർ താഴെയുള്ള ഒരു പ്ലേസിലാണ് ഇവർ ഈ ചെടികൾ വളർത്തിയിരിക്കുന്നത്. ഹൈപ്പോജിയൻ ബൊട്ടാനിക് ഗാർഡൻ എന്നാണ് ഇതിനെ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റും, അതായത് ആർട്ടിഫിഷ്യൽ LED ലൈറ്റ്സ് ആണ് ഇവരോട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രത്യേക ഹ്യൂമിഡിറ്റിയും മാത്രം വെച്ചാണ് ഇവരിവിടെ ചെടികൾ വളർത്തിയത്. ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും ഇല്ലാണ്ട് വളരെ നാച്ചുറലായിട്ട് ആണ് ഇവരിതിനെ വളർത്തിയത്. ഇതിനെ വെറുതെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്നും കാണണ്ട. കാരണം ഭാവിയിൽ വരാൻ പോകുന്ന സ്പേസ് മെഷീനുകൾക്ക് അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിലെ കൃഷിക്കും ഒക്കെ ഒരു മാതൃകയാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ ഇവർക്ക് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് കുറേ ബിലീഫ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ മുനാച്ചിയല്ലോ എന്ന് പറഞ്ഞ് ഒരാളുണ്ട്. അവിടുത്തെ റിച്ച് ആയിട്ടുള്ള കപ്പിളിന് ജനിച്ച ഒരു കുട്ടിയായിരുന്നു. പക്ഷേങ്കിൽ കുറച്ച് ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലുക്കൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോങ്കിൻ്റെ ഒക്കെ ഡ്രസ്സ് വെച്ചിട്ടാണ് നടത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ പുള്ളിക്കാർ സഞ്ചരിച്ചിരുന്നതൊക്കെ ഈ സീക്രട്ട് ടണൽ വഴിയായിരുന്നു. ആ സമയത്ത് തന്നെ പൊച്ചാരി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് ഈ വെൽസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന, ഈ കിണറൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിതുപോലെ ഈ ഹുഡീസൊക്കെ ഇട്ടിട്ടാണ് ഈ നടക്കുന്നത്. ഇപ്പോഴും കറണ്ടൊക്കെ പോയാൽ അവർ പറയും ഇതേ മുനച്ചിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പോയേന്ന്. സോ ഇനിയാണ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ്. സോ ഇപ്പോൾ നമ്മൾ ടണലിലേക്ക് കൂടെ പോവാണ്. അപ്പോൾ ക്ലൗസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ ഇതിലൂടെ പോകാൻ വേണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം നമുക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. സോ ലെറ്റ്സ് സീ. കുനിഞ്ഞ് വേണം പോകാനായിട്ട് ഈ ടണലിലേക്ക് കൂടെ. കാരണം ഇത് ക്ലോസ് സ്പേസ് ആണ്. അപ്പോൾ പല ആൾക്കാർക്ക് ഇത് പേടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്തു ഇത് ഇങ്ങനെ ഇടുങ്ങിയ സ്പേസ് പ്രശ്നമുള്ള ആൾക്കാർ വേണ്ട എന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതേ പോവാണ്. ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇതിൽ കയറുക വേണ്ട. കാരണം ഇത് കുറച്ച് സ്കേറിയാണ്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഐ ഹാവ് നോ ഇഷ്യൂ വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില പോയ ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് ഈ ശ്വാസം മുട്ടൽ പോലെയൊക്കെ വന്നിട്ടൊക്കെ വേറെ ടണൽ വഴി ഒരു എക്സിറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടണലിലൂടെ പോയി എത്തിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. നല്ല വാട്ടറിൻ്റെ കളറൊക്കെ നോക്ക്, നന്നായിട്ടില്ലേ അവിടെ മൊത്തത്തിൽ വൈബ് കാണാനായിട്ട്. ദ ഓൺലി പ്രോബ്ലം വാസ് അത് ഭയങ്കര ഡാർക്കായിരുന്നു അവിടെയൊക്കെ. അപ്പം പക്ഷേ അതായിരുന്നു അതിൻ്റെ ഒരു വൈബും. അങ്ങനെ ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഭംഗിയും തോന്നില്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫെയറി ഫീലാണ് കേട്ടോ കിട്ടിയത്. ഒരു നമ്മളിങ്ങനെ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്ലേസസ് ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വേറെ എനിക്ക് അറിഞ്ഞൂടാ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്, പക്ഷേ ഇറ്റ് വാസ് സോ നൈസ്. ഈ പ്ലേസിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓൾസോ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഐ മീൻ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം. കാരണം ഞാൻ ആ പുള്ളിക്കാരി പറയുന്നത്, ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് ഇവിടെ കൊടുക്കാം. Word to take water. In the back, you see another bell used by Muracello. So now, next tunnel. Okay. സോ നമ്മൾ അടുത്ത ടണൽ കയറാൻ പോവാണ്. അപ്പോൾ അതാണ് അടുത്ത ടണൽ. അപ്പോൾ അതിലൂടെയായിരുന്നു മുന്നേ വാട്ടർ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. So this is the next tunnel that we are getting in. ഫ്ലാഷ് ആണെങ്കിൽ ഒന്നും കാണത്തില്ല. ഐ മീൻ ആക്ച്വലി നമുക്ക് ഫ്ലാഷ് ലൈറ്റ് കാണും. അപ്പം ഞാൻ പിന്നെ വീഡിയോൻ്റെ ഫ്ലാഷ് ലൈറ്റും കൂടെ ഓണാക്കി പിന്നെ രണ്ടും നടക്കുമല്ലോ. ഓക്കെ, ഇതേ വേറൊരു സ്ഥലത്തെത്തിയിരിക്കുന്നു. ഒന്നും കാണുന്നില്ല അല്ലേ, കാരണം ഫുൾ ഇത് ഡാർക്കാണ്. ഓ, അതിൻ്റെ ഇടയിൽ ആരൊക്കെ റിഗോളടിച്ച്. നമ്മൾ വീണ്ടും അടുത്ത ടണൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് അടുത്ത ടണൽ. അയ്യോ, ഇപ്പോൾ പോയേനെ. Così poi lo cacciano un attimo. Oh, se ne credo.
നമ്മൾ റൂയിൻസ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്നെ 400 സ്ക്വയർ കിലോമീറ്ററിൻ്റെ ലെസ് ദെൻ 1% ആണ് നമ്മൾ ഇത്ര സമയമായിട്ട് കണ്ടത്. അപ്പോൾ ഇതായിരുന്നു ഒരു പാർട്ട് 1. ഇനി പാർട്ട് 2 എന്ന് പറയുന്നതാണ് റൂയിൻസ് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ 152 സ്റ്റെപ്സ് എന്തോ കയറണം. സെക്കൻഡ് ഫ്ലോർ നോർമലി കയറാൻ പോയാൽ ഞാൻ കയറില്ല, ലിഫ്റ്റ് എടുക്കും. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറുന്നതിന് ഒരു പ്രശ്നമില്ല. ഫൈനലി എത്തി ഗൈസ്. ഇത് ഈ ഒരു ഏരിയ ആണ്. ഫുൾ സ്റ്റെപ്സ് കയറി. ആക്ച്വലി ഇതല്ല, ഇത് വേറെ അതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റോപ്പാണ്. ഇത് കുറേ കളക്റ്റിബിൾസ് ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേസാണ്. ഈ മ്യൂസിയത്തിലുള്ള ഒക്കെ ഉള്ള പോലത്തെ കുറേ ഡ്രസ്സസ്, അങ്ങനെ ക്ലോത്ത്സ് ഉണ്ടോ. റിലിക്സ് ഓഫ് വാർ ആ ഒരു ഏരിയ ആണ് അത്. അവിടെ ഇപ്പോൾ ക്രൗഡഡായി, അതുകൊണ്ട് ഞാൻ ഇങ്ങ് വന്നിരുന്നു. ആക്ച്വലി ഈ ടൂർ എടുത്തത് നന്നായേ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അകത്തത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞില്ലേ റിമെയിൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ പുറത്താണ് പോകുന്നത്. അപ്പോൾ ഇവർ എക്സ്പ്ലെയിനും ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെയാണ് സ്റ്റോറീസ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഗൈഡ് ഫ്രണ്ടിലുണ്ട്. സോ വി ആർ ജസ്റ്റ് ഫോളോയിങ് ഹർ. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളിക്കാർ ഇതും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ്സും കൂടി ഉണ്ട് ഈ ടൂറ്. സോ വി വിൽ ജസ്റ്റ് ഫോളോ ഹർ. ഇതെന്ന് വെച്ചാൽ ഓപ്ഷണൽ അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നവർക്ക് തെറ്റിദ്ധാരണ വേണ്ട. അതായത് ടൂർ ഗൈഡായിട്ട് അങ്ങനെ എടുത്തതല്ല ഇവരെ. നമ്മൾ അണ്ടർഗ്രൗണ്ട് നേപ്പിൾസ് കാണാൻ വേണ്ടി പോകുമ്പം ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പോൾ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇന്നലത്തെ പോംപെയ് പോലെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓഡിയോ ടൂർ ഒന്ന് സെപ്പറേറ്റ്, നോർമൽ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അങ്ങനെയല്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റിമൈനിങ് റൂയിൻസ് കാണാൻ വേണ്ടി പറ്റുക. ഇതൊക്കെ എന്താണോ? ഞാൻ വിചാരിച്ചത് കഴിഞ്ഞൂന്നേ, പക്ഷെങ്കിൽ ഇവിടെ ഒരു ഡോർ ഉണ്ട്. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കത്തില്ല. ഞാൻ കാണിച്ചത് ഈ ഡോഴ്സ് വെച്ചിട്ട് ഇവർ ഇത് അടച്ചിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെപ്സ് ആണ് ഇത് ഈ കാണുന്നത്. ഓ ഓക്കെ, സോ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. കണ്ടോടൊക്കെ ഇത് ബാക്ക് സ്റ്റേജ് ആണ്. ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സിങ് റൂം പോലെ യൂസ് ചെയ്ത സംഭവങ്ങളാണെന്ന്. ഇപ്പോൾ പോലും ഇല്ല ഇത്ര അടിപൊളിയായിട്ടുള്ള ചില പല സ്ഥലങ്ങളിൽ നമ്മൾ പെർഫോം ഒക്കെ ചെയ്യുമ്പോഴുള്ള ബാക്ക് സ്റ്റേജ്. അന്ത കാലത്ത് നോക്കിക്കേ. വൻ സെറ്റപ്പ് സാധനങ്ങളാട്ടോ പണ്ടത്തൊക്കെ. ഇതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇതിലൂടെയൊക്കെ വഴിയിലൂടെയൊക്കെ മേലെ എത്താൻ പറ്റുമായിരിക്കും. എന്തായാലും ഇത് ചൂസ് ചെയ്തത് നല്ലൊരു ഡിസിഷനായിരുന്നു കേട്ടോ. ഈ ബിൽഡിംഗ് കണ്ട ആരെങ്കിലും പറയോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്? വെരി നോർമൽ. പക്ഷെങ്കിൽ ഒരിതൊക്കെ ആൻഷ്യൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് അല്ലേ? ഓ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇതേ മറഡോണി ഫുട്ബോളും. അപ്പോൾ ഗൈസ് ഞാനിപ്പം ഇതേ അത് കഴിഞ്ഞു. ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു, അവിടെയും കയറി ഒരു ജ്യൂസ് വാങ്ങിച്ചു. കാരണം ഇനിയിപ്പോൾ ട്രാവലിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉച്ചയ്ക്കുള്ളത് കഴിക്കണം. സോ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന്. അപ്പോൾ ഒരു അടിപൊളി ഷോപ്പുണ്ട്, ഇത് ഓത്തൻറ്റിക് ഒറിജിനൽ പിസ്സ കഴിക്കാനുള്ളത്. ബട്ട് അവിടെ ഇനി പോയ സമയം എടുക്കും. അവിടെ മുന്നേ റിസർവ് ഒക്കെ ചെയ്യേണ്ടി വരും ചില സമയം സീറ്റ്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് അത്ര സമയമില്ല. വെയിറ്റ് ചെയ്തിട്ട് ഇതാകുമ്പോഴേക്ക് ലേറ്റ് ആവും. സോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ലൈവായിട്ട് പിസ്സ ഉണ്ടാക്കി തരുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. ആ പിസ്സ ഷോപ്പ് കേട്ടോ.
ട്രിപ്പാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലും ഇതിനടുത്ത് തന്നെയാണ്. അപ്പം അവിടെ പോകാനും എളുപ്പമല്ലേ, കാരണം എനിക്ക് അധികം ലേറ്റ് ആവണ്ട. എൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്, കഴിച്ചോക്കാം. ഇവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഷോപ്പ് കണ്ട്. ഇത് ഇറ്റാലിയൻ സ്ട്രീറ്റ് ഫുഡാണ്. അരഞ്ചീനി ക്രോച്ചി എന്നൊക്കെ പറയുന്നത്. അരഞ്ചീനി ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അതൊരു റൈസ് ബോൾ മാതിരി എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ആൻഡ് ക്രോച്ചിയും ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് പാർസൽ ചെയ്തെടുത്താലോ എന്ന് ആലോചിക്കുക. എന്താണെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ ഇതെടുത്തോണ്ട് പോയാലോ. ഇത് 1936 തൊട്ടിട്ടുള്ള ഷോപ്പാട്ടോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പേപ്പറിൽ കിട്ടിയതുകൊണ്ട് തന്നെ പിച്ച് ഭയങ്കര മെസ്സി ആയിട്ടാണ് ഞാൻ കഴിച്ചത്. കാരണം ഒരു സൈഡിൽ നിന്ന് ചീസ് പോകുന്നു, ഒരു സൈഡിൽ നിന്ന് പൊമദോര പോകുന്നു, അങ്ങനെയായിരുന്നു. ഐ മീൻ ടൊമാറ്റോൻ്റെ ഇത്. ഇറ്റ് വാസ് എൻ ആവറേജ് പിസ്സ. അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല, കുഴപ്പമില്ല, മോശം പറയാനൊന്നുമില്ല, ഒരു ആവറേജ് ആയിരുന്നു. ആക്ച്വലി അരഞ്ചീനി വെജിറ്റേറിയൻ അല്ലെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല, ഞാൻ ക്രോച്ചെ മാത്രം എടുത്തു. ഇത് ആയിരിക്കുന്ന സാധനം. ഞാൻ എൻ്റെ ക്രോച്ച് വാങ്ങിച്ചു ഗൈസ്. ഇനി ഇതും കൊണ്ട് ഞാൻ ബസ് കയറും. ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, അതായത് ഇൻ ജനറലി ഇറ്റലിയിലുള്ള കാര്യം കേട്ടോ, അതായത് ഇവിടുത്തെ കാര്യമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ ചാർജ് ചെയ്യും. ബേസിക്കലി ഇറ്റ്സ് ഫോർ ദി, ഐ കൻ നോട്ട് പ്രൊനൗൺസ് ദി എക്സാക്ട് വേർഡ്, കൊപ്പരത്തിയോ അങ്ങനെ എന്തോ ആണ് പറയാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസ് അല്ലെങ്കിൽ സ്പൂണ്, അതിന് പ്ലേറ്റ്, അതിനൊക്കെയുള്ള ചാർജാണ് ഈ 2 യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ഒരു 6 യൂറോയുടെ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ടത് 8 യൂറോസാണ്. അപ്പോൾ അത് ടിപ്പും അല്ല, സർവീസ് ചാർജെല്ലാം ഒന്നുമല്ല, ഇറ്റ്സ് സംതിങ് കമ്പൽസറി. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ ഡൈനിങ് ചെയ്താലുള്ള ഒരു റേറ്റാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ട് ഇറങ്ങും വൈകാണ്ട്. എനിക്കറിയില്ല ഇനി എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ, അതൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ഇതേ ഉള്ളൂ. അപ്പം ഞാനിതാ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഗായ്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ നേപ്പിൾസ് ട്രിപ്പ്, അല്ലെങ്കിൽ ഈ ഈസ്റ്റർ ഹോളിഡേയ്സിലുള്ള, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒന്നും ബ്രെയിനും ടങ്ങും തമ്മിൽ സിങ്ക് ആവുന്നില്ല. ഈസ്റ്റർ ഹോളിഡേയ്സിലുള്ള ട്രിപ്പ് അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എനിവേയ്സ്, അപ്പം എൻ്റെ ഇത്രയും ദിവസത്തെ വീഡിയോസും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ചാവ് ചാവ്.